എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഇവിടെ ഞാൻ 2 വലിയ സവോളയാണ്, അത് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അത് മിക്സിയിൽ അടിച്ച് ഇതുപോലെ പേസ്റ്റാക്കി എടുത്താൽ മതി. പിന്നെ ഒരു പാത്രത്തിലേക്ക്, നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്, അതിലേക്ക് എണ്ണയൊന്നും ഇടാതെ തന്നെ ഇതങ്ങ് ഡയറക്റ്റ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇളക്കി അതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഇളക്കിയെടുക്കുക. അപ്പം അതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് വെജിറ്റബിൾ ഗീ ആണ്. വെജിറ്റബിൾ ഗീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡാൽഡ അങ്ങനത്തെ ഇതൊക്കെ ഇല്ല, ബ്രാൻഡിനെ അറിയാമല്ലോ. ഡാൽഡയൊക്കെ നമ്മുടെ നാട്ടിൽ ഡാൽഡയൊക്കെ കിട്ടും. ഇതിപ്പോൾ വെജിറ്റബിൾ ഗീ ഇവിടുത്തെ ഒരു ബ്രാൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം വെജിറ്റബിൾ ഗീ ചേർക്കുക. ഇപ്പോൾ വെജിറ്റബിൾ ഗീ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടേ, ഗീ ഇട്ടതിന് ശേഷം ഇതൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കണ്ടോ, ഇത്രയും ജിഞ്ചർ ഗാർലിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സവോള വഴറ്റിയ പോലെ തന്നെ ഇതും നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്കും ഞാൻ കുറച്ച് ഗീ ചേർക്കുന്നുണ്ട്, വെജിറ്റബിൾ ഗീ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് മസാല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് മുളക് പൊടി മാത്രമേ ഉള്ളൂ നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒരു 1.5 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ഇച്ചിരി കൂടി എരിവ്, ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിന് ഒത്തിരി എരിവില്ലല്ലോ, ഇച്ചിരി സ്പൈസിന് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടി ഉണ്ടല്ലോ, ഇച്ചിരി എരിവുള്ള മുളക് പൊടി, അതൊരു 1/2 ടീസ്പൂണ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ചച്ചൊവ മാറുന്ന പോലെ അതുപോലെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സവോള നേരത്തെ മിക്സിയിൽ പേസ്റ്റ് ആക്കിയില്ല, അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചതാണ്. ആ സവോളയുടെ ആ വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ, അതാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്, വെളുത്ത കളറ്. അപ്പം ഇച്ചിരി വെള്ളം ചേർക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ നമ്മളിങ്ങനെ വഴറ്റി ഇതുപോലെ ഉരുള പോലെ ഇങ്ങനെ ആവണം കേട്ടോ. കണ്ടോ, ഇതുപോലെ പേസ്റ്റായിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഇതിലേക്ക് വഴറ്റി ചേർത്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളി അങ്ങനെയുള്ള ഒരു ഐറ്റംസും ഇല്ല കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ചിക്കൻ കറി. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ജിഞ്ചർ ചിക്കനൊക്കെ കഴിച്ചിട്ടില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും ഈ റെസിപ്പി എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിലായിരുന്നു. അന്നൊന്നും കുക്കിംഗ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അമ്മച്ചി ഒരിക്കലും ഒരു കുക്കിംഗ് ക്ലാസ്സിന് വിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ലത്തീഫ് ആൻറ്റി ആയിരുന്നു, ഞങ്ങൾക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ലത്തീഫ് ആൻറ്റിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ലത്തീഫ് ആൻറ്റി പഠിപ്പിച്ചു തന്ന ഒരു ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അന്ന് ഇതൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുമായിരുന്നു വീട്ടിൽ. ആ സമയത്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ എൻ്റെ ബ്രദേഴ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അത്ഭുതമായിരുന്നു ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ. ഞാൻ ഇനി നിങ്ങളെ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതേ നമ്മുടെ ജിഞ്ചർ ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഒരു 20 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയത് ഇതുപോലെ നല്ല ഇതായിട്ടിരിക്കുക. ഇനി ഞാൻ ഇച്ചിരി അജിനോമോട്ടോ ഇടുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അജിനോമോട്ടോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, നിങ്ങൾക്ക് സോൾട്ട് ഇടാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എരിവ് തോന്നിയാൽ നിങ്ങൾക്ക് പെപ്പർ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ നല്ലപോലെ വഴറ്റി. പിന്നെ എനിക്ക് ഇച്ചിരി പുളിപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. തക്കാളി ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ ഇതിൽ, അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത് ഇതുപോലെ എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പം എൻ്റെ ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.